ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ കടന്നുപോയിട്ട് ഇന്ന് 1.5 വർഷം തികയുകയാണ്. യാത്ര പറയുകയാണ് ഈ രാജ്യത്തോടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളോടും. എവിടെയോ ഒറ്റപ്പെട്ടു പോയ എന്നെ യൂട്യൂബിലൂടെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത് അർമേനിയ എന്നൊരു രാജ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ഓരോ സ്നേഹം കൊണ്ടും എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നു. ഇവിടെ എല്ലാവർക്കും സ്ഥിരം ജോലി ഉള്ളത് കൊണ്ട് എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് വരാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് പോകേണ്ട സമയം വൈകുന്നേരമാണെങ്കിലും രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട്. ഓരോ പ്രവാസിയും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇനി നാട്ടിൽ ചെന്നിട്ട് അടുത്ത പ്ലാൻ. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് എന്റെ മനസ്സിൽ ഉത്തരമേ ഇല്ലായിരുന്നു. അതിന്റെ കാരണം ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. എന്നെ സ്നേഹിച്ച എല്ലാവരും എന്റെ കൂടെ കാണുമെന്ന ഉറച്ചൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ അർമേനിയയിലെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വിസ കാലാവധി കഴിഞ്ഞ് നമ്മൾ ഇത്ര നാൾ ഇവിടെ നിന്നതിനുള്ള ഫൈൻ അടയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടിയത് വൈകുന്നേരം 3:30 മണിക്കാണ്. എനിക്ക് പോകേണ്ട ഫ്ലൈറ്റിന്റെ സമയം വൈകുന്നേരം 6:30 മണിയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെ നീണ്ട കാത്തിരിപ്പ്. നാട്ടിലേക്ക് വരാനായി ഞാൻ തിരഞ്ഞെടുത്ത ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. ഇതിൽ എനിക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 25,000 മാത്രമാണ്. അങ്ങനെ ഈ കാത്തിരിപ്പെല്ലാം കഴിഞ്ഞ് വിമാനത്തിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം ഈ 1.5 വർഷം 1.5 മിനിറ്റ് പോലെ ഞാനൊന്ന് ഓർത്തെടുത്തു. അങ്ങനെ 3.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് ഞാൻ എത്തിയത് അബുദാബി എയർപോർട്ടിലാണ്. അവിടെ വീണ്ടും നീണ്ട 9 മണിക്കൂർ കാത്തിരിപ്പ്. നാട്ടിലെത്തുന്ന സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, 9 മണിക്കൂർ 9 മിനിറ്റ് പോലെ പോയി. അങ്ങനെ വീണ്ടും 4.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഞാൻ തിരികെ വരും പുതിയൊരാളായി.